മാർച്ച് 16 ഞായറാഴ്ച. ലൂക്ക 9:28 മുതൽ 36 വരെ വാക്യങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷം. രൂപാന്തരീകരണം യേശുവിന് ഒരു അത്ഭുതകരമായ നിമിഷം മാത്രമല്ല, അവൻ്റെ ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാർക്ക് ഒരു മലമുകളിലെ അനുഭവം മാത്രമല്ല, പിന്നെയോ യേശു ആരാണെന്ന് നമ്മെ വളരെയധികം പഠിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഒന്നാമതായി, ഈ കഥയിൽ യേശുവിനെ പഴയ നിയമവുമായും മോശയുമായും ഏലിയായുമായും സീനായ് പർവ്വതമായും പുറപ്പാടുമായും ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു നിർണായക കഥയാണ്. കാരണം പഴയ നിയമ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു എന്ന് ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. യേശുവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കഥയാണിത്. കാരണം യേശുവിൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും മുമ്പ് തന്നെ മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവമാണിത്. മോശയും ഏലിയായും യേശുവിന് പ്രത്യക്ഷപ്പെടുന്നത് യാദൃച്ഛികമല്ല. അവരുടെ പ്രത്യക്ഷീകരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മെ ചിലത് പഠിപ്പിക്കുന്നു. മോശയും ഏലിയായും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് പോയവരാണ്. പക്ഷെ അവർ ഈ ഭൂമിയിൽ നിന്ന് പോയ രീതി പ്രാധാന്യം അർഹിക്കുന്നു. ഏലിയായ്ക്ക് വളരെ രസകരമായ ഒരു മരണം സംഭവിച്ചു. വാസ്തവത്തിൽ അവൻ മരിക്കുകയല്ല, മറിച്ച് അഗ്നിരഥത്തിൽ നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ മോശയുടെ കാര്യമോ ഏലിയ പോലെ അല്ല. മോശ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ആവർത്തന പുസ്തകം നമ്മോട് പറയുന്നു. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവവുമായി സംസാരിച്ചതിന് ശേഷം ദൈവം അവന് വാഗ്ദത്ത ദേശം കാണിച്ചു കൊടുക്കുന്നു. മരുഭൂമിയിൽ വെച്ച് അവൻ ദൈവത്തെ അവിശ്വസിച്ചത് കാരണം അവന് ജനങ്ങളെ അവിടേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കർത്താവ് ആ വാഗ്ദത്ത ഭൂമി അവന് കാണിച്ചു കൊടുക്കുന്നു. തുടർന്ന് മോശ മരിക്കുന്നു. കർത്താവ് തന്നെ ഈ മഹാനായ മനുഷ്യനെ അടക്കം ചെയ്യുന്നു. പക്ഷേ എവിടെയാണ് അടക്കിയത് എന്ന് ആർക്കും അറിയില്ല. അവൻ മരിച്ചു എന്നത് വ്യക്തമാണ്. കർത്താവിൻ്റെ സന്നിധിയിലാണ് ആ മരണം. അതിനാൽ ഏലിയാസിൻ്റെയും മോശയുടെയും കഥകൾ സ്വർഗത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ഏലിയാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും മരിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് ശേഷവും ജീവിക്കുന്നു എന്ന് ഈ സംഭവം കാണിക്കുന്നു. അതിനാൽ സ്വർഗം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥമാണ്. യേശുവിന് മുമ്പ് തന്നെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മരണത്തോടെ അവസാനിക്കുന്നില്ല എന്നിത് കാണിക്കുന്നു. മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്. ഈ കഥയിൽ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ തെളിവാണ്. യേശുവിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ കഥയിലുണ്ട്. യേശു ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല എന്ന് ഈ കഥ നമ്മെ കാണിക്കുന്നു.
അവൻ മഹാനായ പ്രവാചകനേക്കാൾ വലിയവനാണ്. വാഗ്ദത്ത മിശിഹായാണ്. മോശയെയും ഏലിയായും പോലെ തന്നെ യേശുവും ഏറ്റവും വലിയവനാണ്. കാരണം അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. രൂപാന്തരീകരണം പത്രോസിനും യാക്കോബിനും യോഹന്നാനും നമുക്കെല്ലാവർക്കും ഒരു ദൈവിക ദർശനം നൽകുന്നു. ഒരു നിമിഷത്തേക്കെങ്കിലും അവൻ്റെ മഹത്വം അനാവരണം ചെയ്യപ്പെട്ട നിലയിൽ അവർ യേശുവിനെ കാണുന്നു. ആ അനുഭവം അവർ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലത്തെ ഞായറാഴ്ച ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.